ഗൾഫ് കൺട്രീസിൻ്റെ പൊതുവെയുള്ള സ്ഥിതി എന്താണ്? മുഹമ്മദ് റഗീസ് UAE-യിൽ നിന്ന് ചേരുന്നു. റഗീസ്, ദുബായിലും പരിസര എമിറേറ്റുകളിലുമൊക്കെ എന്തൊക്കെയാണ് പുതിയ വാർത്തകൾ? ഇന്ന് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. കാരണം ഒരു ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ഒരുമിച്ച് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായ ഒരു ദിവസം സത്യത്തിൽ ഈ മാസത്തിൽ ഇന്നായിരിക്കണം. അല്ലെങ്കിൽ ഈ കണക്കൊക്കെ ഒരുമിച്ച് വരുന്നത് കൊണ്ട് അത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ആളപായങ്ങളോ അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ പരിക്കേൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ആക്രമണത്തിൽ 6 പേർക്ക് ഒരേ ഇടത്ത് പരിക്കേൽക്കുന്ന ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ അബുദാബിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 5 പേർ ഇന്ത്യക്കാരാണ്, ഒരു പാകിസ്ഥാൻ സ്വദേശിയും ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പ്രത്യേക സാമ്പത്തിക മേഖലയായ ഖലീഫ എക്കണോമിക് സോൺസ് അബുദാബിയിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് 3 ഇടത്തായി തീപിടുത്തമുണ്ടായി. ഇന്ന് രാവിലെ അതിശക്തമായ ആക്രമണമാണ് ഇറാൻ UAE-ക്കെതിരെ തൊടുത്തത്. അതിൽ 3 ഇടങ്ങളിലായി തീപിടുത്തം ഉണ്ടാകുന്നു ഈ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ. ആ തീപിടുത്തത്തിലാണ് 5 പേർക്ക്, 5 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്നു. ഒപ്പം തന്നെ ഒരു പാകിസ്ഥാൻ സ്വദേശിക്കും പരിക്കേൽക്കുന്നുണ്ട്. നേരത്തെ സമാനമായി അബുദാബിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ ഇതുപോലെ തന്നെ നിരവധി കാറുകൾ കത്തുകയും ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും ഒരു പാകിസ്ഥാൻ സ്വദേശി മരിക്കുകയും ഒപ്പം തന്നെ ഒരു ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ മിസൈലുകളുടെ ഡ്രോണുകളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടാകുന്ന അപകടം അത് വലിയ രീതിയിൽ കൂടുന്നത് ആശങ്ക ഉയർത്തുന്നതാണ്. ആളുകൾ അലേർട്ട് സംവിധാനത്തോട് പഴയ പോലെ അത്ര ഒരു സ്വീകാര്യത കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. മറിച്ച് കുവൈറ്റിലേക്ക് വരികയാണെങ്കിൽ കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ഇന്നും ആക്രമണം ഉണ്ടായി. ആക്രമണത്തിൽ ഈ റഡാർ സംവിധാനം, എയർപോർട്ടിന്റെ റഡാർ സംവിധാനത്തിന് കാര്യമായിട്ടുള്ള തകരാറ് പറ്റിയതായി കൃത്യമായി ഏവിയേഷൻ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അവർ അത് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. കാര്യമായിട്ടുള്ള വിമാന സർവീസുകൾ എന്തായാലും അവിടെ നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. നേരത്തെ ഈ സംഘർഷം ആരംഭിച്ചത് മുതൽ തന്നെ വിമാന സർവീസുകൾ വലിയ തോതിൽ അത് ഏതാണ്ടില്ല എന്ന് തന്നെ പറയുന്ന നിലയ്ക്കാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു വലിയ അപകടങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ആശ്വസിക്കാം. ബഹ്റൈനിലേക്ക് വരികയാണെങ്കിൽ 2 തവണ അവിടെ ഇത്തരത്തിൽ അലാറം മുഴങ്ങിയിട്ടുണ്ട് രാവിലെ. പിന്നീട് വൈകിട്ടും ഒരു തവണ അലേർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നേതൃത്വത്തെക്കാൾ ശുഭകരമല്ലാത്ത രീതിയിലേക്ക് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.